കരയല്ലേ? ബിസിനസ് ആവുമ്പോ തകർച്ചയും നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ബിസിനസ് ആവുമ്പോ തകർച്ചയൊക്കെ ഉണ്ടാവും. നീ കരയല്ലേ? നീ എന്നെ കരയിപ്പിക്കല്ലേ? നീ ഒറ്റ ബിസിനസ് ചെയ്തു. എടാ നമ്മള് കൂട്ടു കച്ചവടം ചെയ്ത് ഇപ്പൊ എനിക്കും 50 ലക്ഷം രൂപ നഷ്ടമുണ്ട്, നിനക്കും 50 ലക്ഷം രൂപ നഷ്ടമുണ്ട്. നമ്മളിങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എടാ നിനക്കറിയാല, കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് 15 ബിസിനസ് ഞാൻ ചെയ്തത്. അതിന്റെ 14 പൊട്ടി, ഒരെണ്ണം പൊട്ടിയില്ല. ഒരെണ്ണം പൊട്ടിയില്ലല്ലോ, അപ്പൊ നിനക്ക് കാശിന്റെ പൊട്ടായിരുന്ന പടക്കമാണ്, പടക്ക കമ്പനി തുടങ്ങിയത്. പടക്കം പൊട്ടാതായപ്പോ ആ ബിസിനസ് പൊട്ടി. എനിക്കും 50 ലക്ഷം രൂപ വേണം, നിനക്കും 50 ലക്ഷം രൂപ വേണം. നമ്മൾ തുല്യ ദുഃഖിതരല്ലേ? ഒറ്റ വഴി ചെയ്യാം. എന്താണ്? നമുക്ക് എവിടെയും പോയി മരിക്കാം. മരിക്കാനാ? ഞാനില്ല മരിക്കാൻ. അങ്ങനെ പറയരുത്. നമുക്ക് കുടുംബമൊക്കെ ഇല്ലടാ, നമ്മള് മരിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ നോക്കട്ടെ നമുക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ മരിക്കാൻ പോവാ. അപ്പൊ നീ മരിക്കാൻ തീരുമാനിച്ചു? അപ്പൊ ഞാൻ മരിക്കുന്നില്ല. നീ അപ്പൊ എങ്ങനെ ജീവിക്കും? ഞാൻ വല്ല കിഡ്നി കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കും. എടാ നിന്റെ കിഡ്നി എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നീ ചത്തുപോകൂലേ? എടാ എന്റെ നീ എന്തായാലും മരിക്കാൻ പോവാണല്ലോ. നിന്റെ കിഡ്നി എടുത്ത് വിറ്റിട്ട് എന്റെ കടം വീട്ടിട്ട് എനിക്ക് ജീവിക്കാമല്ലോ. എടാ ദുഷ്ടാ, ഇത് പറഞ്ഞപ്പോഴും കാര്യം ഓർത്തത്. എടാ നമുക്ക് രണ്ടു കൂടി 4 കിഡ്നി ഇല്ലേ? ശരിക്കും ഒരു മനുഷ്യൻ ജീവിക്കാൻ 1 കിഡ്നി മതി. മതി. ഇപ്പൊ എനിക്ക് 2 കിഡ്നി, നിനക്ക് 2 കിഡ്നി. 1 കിഡ്നി മതി നമുക്ക് ജീവിക്കാൻ. വേറൊരു കിഡ്നി വെറുതെ ഇരിക്കുമല്ലേ? അത് ശരിയാവുള്ളൂ. നമ്മുടെ ഓരോ കിഡ്നി വിറ്റിട്ട് നമ്മുടെ കടം വീട്ടിയതാ. എടാ എന്തിനാ നമ്മൾ ഈ പാടുപെടുന്നത്? പിന്നെ എടാ എന്റെ പരിചയത്തിൽ ഇവിടെ ഒരു ഡോക്ടറുണ്ട്. അയാൾക്ക് ഈ കിഡ്നി ഒക്കെ എടുത്ത് മറിച്ച് തരുന്ന പരിപാടിയുണ്ട്. അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി കച്ചവടവും നടത്താം, രക്ഷപ്പെടാൻ, സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. നമ്മൾ എന്തിനാ മരിക്കണേ? വല്ലവരും മരിക്കട്ടെ. ഞാൻ ഈ ഡോക്ടറെ പോയി കണ്ടുവരാം. ഓക്കെ, അപ്പൊ നീ ഇവിടെ വെയിറ്റ്, ഞാൻ ഡോക്ടറെ കണ്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഒന്ന് സൂട്ടും കോട്ടും ഒക്കെ സെറ്റപ്പായിട്ട് പോവാല്ലേ? അപ്പൊ ഈ ഡോക്ടറെ കാണാൻ പോകാൻ കുറച്ച് പൈസ വേണമല്ലോ. ഒരു കാലിപ്പെട്ടി എടുത്ത് കുറച്ച് പേപ്പറൊക്കെ നിറച്ച് ഞാൻ കൊണ്ടുപോവാം. തുറന്ന് കാണിക്കാതിരുന്നാ മതിയല്ലോ. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. എന്റെ വിഷമൊക്കെ മാറിയല്ലോ, സന്തോഷമായിട്ടിരിക്കും. ഡോക്ടറെ, അതെ നമസ്കാരം ഡോക്ടറെ. അതെ ഡോക്ടറെ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറെ നാളുണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു. ഞാൻ 2 വർഷം 2 വർഷക്കാലം. എനിക്ക് അതിന്റെ അടുത്തൊരു കട ഉണ്ടായിരുന്നു. എന്നെ മനസ്സിലായോ ഡോക്ടർക്ക്? മനസ്സിലായില്ല. ഐ ആം സദാനന്ദൻ ഫ്രം കോഴിക്കോട്. അവിടെ ഡോക്ടറിന്റെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഞാൻ കട നടത്തുമായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇവിടുന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറിപ്പോയാ? ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാൻ ഒരു 5 വർഷം 5 വർഷക്കാലം. അവിടെ അടുത്ത് എനിക്കൊരു കട ഉണ്ടായിരുന്നു, കോളേജിന്റെ ഫ്രണ്ടിൽ, ഈ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില്. സത്യം പറയാലോ, അതാണ് എന്റെ ജീവിതത്തിലെ സുവർണകാലം. 2 നിലയുള്ള ഒരു ബംഗ്ലാവ്, AC, ഒരു കാറ്, 2 പെങ്ങന്മാരുടെ കല്യാണം, ഇതെല്ലാം അതുകൊണ്ട് സാധിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാണ് ഇങ്ങോട്ട് സ്ഥലം മാറി വന്നത്? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു 2 ആഴ്ച. ഒരു വാക്ക് എന്നോടൊന്നും പറയായിരുന്നല്ല ഇങ്ങോട്ട് സ്ഥലം മാറി വന്നപ്പോഴത്തേക്ക്? എനിക്ക് പരിചയമില്ലല്ലോ. അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാനിവിടെ അടുത്തൊരു കട തുറന്നിട്ടുണ്ട്, ഈ കോളേജിന്റെ ഫ്രണ്ടിൽ, മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ. അതെ, അത് വന്നൊന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നെ. അതിന് വല്ല ഫിലിം സ്റ്റാർസിനെ വിളിച്ചപ്പോ എന്നെ വിളിക്കും? അയ്യോ, അങ്ങനെ പറയരുത്. സാറ് തന്നെ അത് ചെയ്യണം. എന്റെ മനസ്സിന്റെ ഒരു മോഹമാണ്. അത് ശരി. അപ്പൊ ഞാൻ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം. അതെ. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആശ്രയിച്ചാണ് തന്റെ ജീവിതം മുന്നോട്ട്. സത്യം. അപ്പൊ ഉദ്ഘാടകൻ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കാം. ആക്ച്വലി എന്താണ് തന്റെ ബിസിനസ്? ശവപ്പെട്ടി കച്ചവടം. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിന്ന് കഴിഞ്ഞാണല്ലോ നിനക്ക് ഞാൻ ശവപ്പെട്ടി പോയി. അയ്യോ, ഇവിടെ ഒരു വൃക്ക മേടിക്കാൻ വന്നു കഴിഞ്ഞ ഇവിടെ ആരും ഇല്ലേ? ഹലോ ഡോക്ടർ. ഡോക്ടർ എന്തെടുക്കായിരുന്നു താഴെ? ഒരു വൃക്ക കാണാനില്ല, അത് നോക്കൂ. വൃക്ക പോയോ? അല്ലല്ല, എന്റെ വൃക്ക അല്ല. ഇവിടെ ഞാനൊരു വൃക്ക എടുത്തു വെച്ചിരുന്നു, അത് കാണാനില്ല. അട്ടെ, നിങ്ങളാരാ? ഞാനൊരു പാവപ്പെട്ട കച്ചവടക്കാരനാണ്. അതെ, സെക്കൻഡ് ഹാൻഡ് വൃക്കയൊക്കെ വാങ്ങിച്ചിട്ട് പാവപ്പെട്ട പണക്കാർക്ക് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. എടുക്കുന്ന ആളാണ്, വൃക്ക വാങ്ങുന്ന ആളാണ്. ഇപ്പൊ ഇവിടെ വന്നെന്താ? എനിക്കൊരു 2 വൃക്ക വേണം. വെരി സിമ്പിൾ മാറ്റേഴ്സ്. സിസ്റ്റർ സുമ, പ്ലീസ് കം. സിസ്റ്റർ സുമ, നമ്മുടെ അലമാരിൽ പഴയ വൃക്കകൾ വല്ലതും ഉണ്ടോ? ഡോക്ടർ, 4 ജോഡി വൃക്ക ഇന്നലെ കച്ചവടം ചെയ്തില്ലേ? ഇനിയിപ്പോ 12-ാം നമ്പർ ബെഡിൽ കിടക്കുന്ന രോഗിയുടെ വൃക്ക അത് നമ്മൾ ഇന്നലെ അടിച്ചു മാറ്റി വെക്കുക. അതെ 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 ഡോക്ടർ, അത് ഇന്നലെ രാത്രി പൂച്ച അടിച്ചെടുത്തോണ്ട് പോയി ഡോക്ടർ. എന്റെ ദൈവം, എന്റെ 2 ലക്ഷം രൂപ പോയി. സുമ എന്താ കാണിക്കുന്നത്? ഇതൊരു ചന്തയിൽ, ഇതൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് ശ്രദ്ധ വേണം. ഇങ്ങനെ കാണിക്കുന്നത് സുമ. സോറി ഡോക്ടർ.
സുമ, നമ്മള് ഹോസ്പിറ്റലിലെ ആരെങ്കിലും വൃക്ക അടിച്ച് മാറ്റാൻ പറ്റുമോ? അയ്യോ ഡോക്ടർ, ഇവിടെ കിടന്ന് സകല രോഗികളുടെയും വൃക്ക നമ്മൾ അടിച്ചു മാറ്റിയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ ഡോക്ടർ, ഞാൻ കാലം പിടിക്കാം. എനിക്ക് എങ്ങനെയെങ്കിലും 2 വൃക്ക തന്നേ പറ്റൂ, ഇല്ല അവന്മാർ എന്റെ വൃക്ക അടിച്ചോളൂ. താൻ ആളോട് വിളിച്ചു പറ, തന്റെ വൃക്കകാരിയല്ലേ? അത് ഞാൻ ഏറ്റു. ഹലോ ഹലോ, വൃക്ക ഇവിടെ റെഡിയാണ്, ക്യാഷ് അവിടെ റെഡിയാക്കി വെച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഓക്കെയാണ്. ആണല്ലേ? ഇവിടെ സാരമില്ല, പേടിക്കണ്ട കേട്ടോ ഡോക്ടർ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും ഒന്ന് കറക്കി എടുത്തോണ്ട് വരാം. നീയാണ് യഥാർത്ഥ സിസ്റ്റർ. നിനക്ക് ഇന്നു മുതൽ ഞാൻ 25 രൂപ കൂട്ടി തന്നിരിക്കും. മതി മതി. മിസ്റ്റർ, അപ്പൊ തനിക്ക് പഴയ വൃക്ക വേണോ അതോ പുതിയ വൃക്ക വേണോ? എനിക്ക് പഴയ വൃക്ക ഒന്നും തരരുത്. എനിക്ക് നല്ല പെടപെടാന്ന് പഠിക്കുന്ന നല്ല പച്ച വൃക്ക കിട്ടണം. പടപ്പൻ വൃക്ക. അതെ. അപ്പൊ റേറ്റ് കൂടും. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. ഒരു 8 ലക്ഷം രൂപയെങ്കിലോ? 8 ലക്ഷം രൂപ നോ പ്രോബ്ലം. ഇത് മുഴുവനും നല്ല നോട്ടുകളാണ്, നിറച്ചും. എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം. എന്റെ ദൈവമേ, എന്റെ ഹോസ്പിറ്റലിന്റെ 2ാം നില പൂർത്തിയായി. എന്റെ മകളുടെ എൻട്രൻസ്. അല്ല മിസ്റ്റർ, എന്താ പേരെന്ന് പറഞ്ഞ? മാധവൻ. നിങ്ങൾക്കൊരു 6 വൃക്ക കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ പാടില്ലായിരുന്നു? ഹലോ, എന്തോ? ഇന്നലെ തന്ന വൃക്ക വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ചകല ചക്കക്കുരു പോലെ ഓടി നടന്ന ഒരാളുടെ വൃക്ക തനിക്ക് അങ്ങോട്ട് എടുത്തത്. നല്ല അബ്ദാവുത്ത വൃക്കൊന്നുമില്ല. നിങ്ങൾ സാധനം ഫിറ്റ് ചെയ്തു? എന്നാ അതിന്റെ സൈഡിലൊന്ന് തട്ടി വയ്ക്കും, അപ്പൊ ഓടിക്കോളൂ. ഇല്ല, തട്ടി നോക്കാവേ. ഓരോരുത്തന്മാരെ വൃക്ക കൊടുത്തു കഴിയുമ്പോ ഇല്ലാത്ത നമ്പറും കൊണ്ട് ഇങ്ങോട്ട് വരാം. നല്ല പയറ് പോലെ ഓടി നടന്ന ഒരാളുടെ വൃക്ക കൊടുക്കുക. അതിപ്പോ വർക്ക് ചെയ്യുന്നു. ചിലപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലും. അതിനൊരു കംപ്ലൈന്റും ഇല്ല. ഇല്ലെന്ന് കംപ്ലൈന്റ് ഒന്നും. എന്താ ഇത്ര ഉറപ്പെന്താ? ഇവിടെ എന്റെ അച്ഛന്റെ വൃക്കണ്ട എനിക്കറിയാൻ പാടില്ല. ഇന്നലെ പനിയായിട്ട് വന്നപ്പോ പുള്ളിയുടെ ഞാൻ അടിച്ചു മാറ്റി. എന്റെ വൃക്കയുടെ കാര്യം അത് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ അത് അടിച്ചു മാറ്റി തരാം. അല്ല ഞാൻ പുതിയ വൃക്ക തരാമെന്ന് പറയുന്നത്. അവളിങ്ങോട്ട് വന്നട്ടെ. കാര്യമൊക്കെ കാര്യം. എനിക്ക് തരുന്ന വൃക്കയിലും മുറിവോ ചതവൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല ഫ്രഷ് വൃക്കയായിരിക്കണം. ഞാനിത് ആരോടെ ചൂടാവുന്നത്? ഇവിടെ 10-25 വർഷമായിട്ട് ഒരുപാട് വൃക്കകൾ എടുത്ത ഗവൺമെന്റ് ഡോക്ടറെ എന്നെ വൃക്ക എടുക്കാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ല, ഞാൻ വെറുതെ തമാശക്കൊന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അത് ശരി. അപ്പൊ ശരി, എല്ലാം പറഞ്ഞത്. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ അതവിടെ. ഓക്കെ ശരി. അയ്യോ, ഞാനേ വഴിയെ പോയപ്പോ സൈറ്റ് അടിച്ച് കാണിച്ചതാ. എന്റെ കൂടെ ഇങ്ങ് പോവോ? അത് ശരി. സിസ്റ്ററുമാരായാൽ ഇങ്ങനെ വേണം. നിനക്ക് ഇന്ന് മുതൽ ഞാൻ ഒരു 50 രൂപ കൂട്ടിത്തരും. അയ്യോ, ഇങ്ങോട്ട് വാ. എന്നോട് പോകും. ഇരിക്കും. വേണ്ട, നോ പ്രോബ്ലം. അങ്ങനെ പറയാതിരിക്കേ. ഞാൻ പറയുന്നേ ഇരുന്നോളൂ, മടിക്കണ്ട. അതെ, എന്താ പേരെന്താ? പാലത്തിങ്കൽ പത്രോസ്. പത്രോസിന് എന്താ പണി? പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ. ഭയങ്കര കഷ്ടപ്പാടാണല്ലേ. അപ്പോ ഈ പത്രോസിന് ഞാൻ കുറച്ച് പണം അങ്ങോട്ട് തരികയെന്ന് വിചാരിക്കും. കുറച്ച് പൈസ തരുമെന്ന് വിചാരിക്കാം. പത്രോസ് എന്ത് ചെയ്യും? ഞാനും കൂട്ടുകാരന്മാരും കൂടി അടിച്ചു പൊളിക്കും. ഉറപ്പാണ്. ഞാൻ കുറച്ച് പണം അധികം പത്രോസിന് തരികയാണെങ്കിൽ പത്രോസ് തിരിച്ചെനിക്ക് എന്ത് തരും? എന്ത് വേണം സാറിന്? എനിക്കെന്തും തിരിച്ചു. ഉറപ്പാണ്. എനിക്കൊരു വൃക്ക വേണം. വൃക്കയോ? 1 or 2 വൃക്ക എത്ര വെള്ളം എടുത്തു, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. കൊച്ചു കള്ള. ഡോക്ടറിന്റെ പത്രോസ് പോലെ എഴുന്നേക്കൂ. കാണട്ടെ, ഞാനൊന്നു കാണട്ടെ. എന്താ ഇവിടെ ഒരു വലിയ മുറി? അതെ, ഇന്നാളൊരു ദിവസം വെള്ളം കഴിക്കാൻ കാശില്ലാതെ വന്നപ്പോ വേറൊരു ഡോക്ടർ ഒരു കിഷ്ണ കൊടുത്തേ. കിഷ്ണു കൊടുത്തോ? എന്റെ കാലമാട, നീ എന്തിനാണ് എന്നോട് ഈ ചതിയത്? അതിനിപ്പോ ഡോക്ടറിന്റെ കൃഷ്ണല്ലോ, വൃക്കയല്ലേ ആവശ്യം? എടാ, ഈ കിഷ്ണി തന്നെ ഈ വൃക്ക പറഞ്ഞു മനസ്സിലായി. അതെ, അന്നാണ് ഡോക്ടർ എടുത്ത ഡോക്ടർ എന്നാ പറഞ്ഞറിയോ? എന്ത് പറഞ്ഞു? ഡോക്ടർ പറയാ ഒരെണ്ണം ഞാൻ വീണ്ടും അവിടെ ഒരു കൃഷ്ണി മുളച്ചു വരും. നീ ഇങ്ങനെ മുളപ്പിച്ചോണ്ടിരുന്നു. നീ കുറച്ച് ഫാക്ടർ പോസ് സിസ്റ്റർ സുബോ, ആ പുറത്തിരിക്കുന്ന കാലമാറിനോട് പറ, വേണമെങ്കിൽ ഈ കിഡ്നി വന്നെടുത്തോണ്ട് പോവാൻ. എന്നാലും ഞാൻ ഇത് തരത്തില്ല.